വീട്ടുകാരുടെ നിർബന്ധപ്രകാരം പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി നമ്മൾ അഖിൽ എൻട്രൻസ് കോച്ചിങ്ങിനായി പോയി. ഉറ്റ സുഹൃത്തായ മധുവും കൂടെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഇരുന്ന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പഠിക്കണമല്ലോ എന്നോർത്ത് അവൻ ഭയങ്കര മൂഡോട്ടിലായിരുന്നു. ആ സമയത്താണ് സുന്ദരിയായ ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വരുന്നത്. എൻട്രൻസ് കോച്ചിങ്ങിന് വന്ന കുട്ടിയായിരുന്നു. പേര് കാർത്തിയായനി. അവളെ കണ്ടപ്പോൾ തന്നെ മൂഡ് ഔട്ട് ആയിരുന്ന അവന്റെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആയി. അവർ രണ്ടുപേരും അഖിലിനെ പരിചയപ്പെടാൻ വന്നതല്ല. ഇത് ഞങ്ങളുടെ സീറ്റാണ്, അവിടുന്ന് എണീക്കാൻ പറയാൻ വേണ്ടിയായിരുന്നു. പ്രേമം മൂത്ത് അഖിൽ ആദ്യമേ ചാടി എണീച്ചെങ്കിലും കൂട്ടുകാരൻ മധു ഉടക്കിൽ തന്നെയായിരുന്നു. എണീറ്റ് പോകാൻ പറയാൻ നിങ്ങളുടെ പേര് വല്ലതും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവള് ബാഗ് മാറ്റി എഴുതി വെച്ചിരുന്ന പേര് അങ്ങ് കാണിച്ചു കൊടുത്തു. കിട്ടിയ മതിയായല്ലോ എന്ന് ചോദിച്ച് അഖിൽ അവനെ കൊണ്ട് അപ്പുറത്തെ സീറ്റിലേക്ക് പോയി. എങ്ങനെയെങ്കിലും അവളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പേന തീർന്നതായി കാണിച്ച് അവൻ ആക്ട് ചെയ്യുകയായിരുന്നു. എങ്ങാനും തിരിഞ്ഞു നോക്കിയാലോ എന്നും വിചാരിച്ച്. പക്ഷേ അതിലുണ്ടായിരുന്ന ബാക്കി മഷു കൂടെ കൂട്ടുകാരൻ മധുവിന്റെ ദേഹത്ത് വീണതല്ലാതെ അവള് തിരിഞ്ഞു നോക്കിയില്ല. ഒരു വലിയ സ്ട്രിക്റ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ കാർത്തിയായനി കോച്ചിങ് കഴിഞ്ഞാൽ വീട്, വീട് കഴിഞ്ഞാൽ കോച്ചിങ്, അങ്ങനത്തെ മൈൻഡുള്ള ഒരു കുട്ടിയായിരുന്നു. അവളെയാണ് അഖില് വളച്ചെടുക്കാൻ നോക്കുന്നത്. അഞ്ജലി കഴിഞ്ഞാൽ കാർത്തിയായനി ഏറ്റവും കൂടുതൽ മിണ്ടുന്നത് അവളുടെ കസിനായ കിഷോറിനോടായിരുന്നു. അവനും ആ കോച്ചിങ് സെന്ററിൽ തന്നെയാണ് പഠിക്കുന്നത്. പുറകെ നടന്ന് അവളെ വളയ്ക്കാൻ കഷ്ടപ്പെടുന്ന അഖിലിന് വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നത് ഈ കിഷോറാണ്. ചുരുക്കി പറഞ്ഞാൽ കാർത്തിയായനിയുടെ ബെസ്റ്റിയാണ് ഈ കിഷോർ. ഇനി എങ്ങാനും മുറിവ് വല്ലതും പറ്റിയത് കണ്ട് അതിന്റെ സഹതാപം കൊണ്ട് അവൾ മൈൻഡ് ആക്കിയാലോ എന്ന് വിചാരിച്ച് അഖില് കൈയൊടിഞ്ഞതായിട്ട് ആക്ട് ചെയ്തു. അവൾ ചിരിച്ചോണ്ട് പോയതല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. വെറൈറ്റി പോസ്റ്റുകൾ ഇടുന്ന ആൺകുട്ടികളെ പെമ്പിളർക്ക് വലിയ ഇഷ്ടമാണെന്ന് കരുതി അവൻ തന്റെ കൂട്ടുകാരുടെ ഉടുപ്പൂരിട്ടവരുടെ ഫോട്ടോ എടുത്തു. എന്നിട്ട് അതെല്ലാം ഓരോ മാസ് ക്യാപ്ഷൻ ഇട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു കാർത്തിയായനിയെ വീഴ്ത്താൻ. പക്ഷെ അവള് അതിനു മുമ്പേ ഒരാളുടെ ബാഗിൽ ചവിട്ടി വീഴാൻ വേണ്ടി പോയതായിരുന്നു ക്ലാസ്സിൽ വെച്ച്. എല്ലാവരും അത് കണ്ട് ചിരിച്ചപ്പോൾ അഖില് മാത്രം എണീറ്റ് ആ ചിരിച്ചവരോട് ചൂടായി. ഇത് കണ്ട കാർത്തിയായനിക്ക് അവനോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നി. അവളുടെ മുഖത്ത് ചിരി കണ്ട ആ സമയത്ത് തന്നെ അവൻ പോയി അവളെ പ്രപ്പോസ് ചെയ്തു. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്, നോ പറഞ്ഞാൽ നിനക്കതൊരു തീരാ നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ഇംപ്രസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇതെന്റെ 4ാമത്തെ എൻട്രൻസ് അറ്റംപ്റ്റ് ആണ്. അത് കേട്ടപ്പോൾ തന്നെ അവന് സംഭവം പിടികിട്ടി. അവനെക്കാളും 4 വയസ്സ് കൂടുതലായിരുന്നു കാർത്തിയായനിക്ക്. പക്ഷെ അവന് അതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു എന്നും പറഞ്ഞ് ലവ് സ്റ്റാർട്ട് ചെയ്തു. പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി വരുന്ന ഫ്രണ്ട്സിനെ അവൻ ഗജനി സ്റ്റൈലിൽ ഓടിച്ചു വിട്ടു. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ അവർക്ക് പ്രേമിക്കാനേ സമയമുണ്ടായിരുന്നുള്ളൂ. തനിക്ക് ഇത്തിരി സുന്ദരിയായ ഒരു കാമുകിയെ കിട്ടിയതോർത്ത് അവൻ നല്ല സന്തോഷത്തിലായിരുന്നു. അപ്പോഴാണ് എക്സാം ടൈം ആയിട്ടും യാതൊരു കൂസലുമില്ലാതിരിക്കുന്ന കാർത്തിയായനിയുടെ ഫോണും ലാപ്ടോപ്പും ഒക്കെ അവളുടെ അച്ഛൻ വാങ്ങിച്ച് പൂട്ടി വെച്ചത്. പക്ഷേ അച്ഛൻ ഉറങ്ങിയ സമയത്ത് തന്നെ അലമാരിയെന്ന് ഫോണും ലാപ്ടോപ്പൊക്കെ അവള് തിരിച്ചെടുത്തു. എന്നിട്ട് അഖില് കോറിയോഗ്രാഫി ചെയ്ത ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. മകളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് ഉറക്കം വരാത്ത അച്ഛൻ റൂമിലേക്ക് വന്ന് ഫോൺ വാങ്ങിച്ച് അതെന്താന്ന് നോക്കി. പുള്ളി ഇനി ജീവിതത്തിൽ ഒരു പാട്ടും കേൾക്കൂല, അത്രയ്ക്ക് വെറുപ്പിലായിരുന്നു അവന്റെ ആ വീഡിയോ. ഇതിന്റെ ഇടയ്ക്ക് അഖിലിന്റെ അനിയനായ നിഖിൽ കാർത്തിയായനിയുടെ അനിയത്തിയെ പോയി ലൈവ് വലിച്ചു. അങ്ങനെ കുടുംബക്കാർ അവരെ രണ്ടുപേരെയും 2 സ്ഥലത്തേക്ക് പഠിക്കാൻ വിട്ടു. കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ഈ സ്നേഹം നിൽക്കും എന്നായിരുന്നു കുടുംബക്കാരുടെ വിശ്വാസം. പക്ഷേ അവരുടെ സ്നേഹം ആർക്കും തകർക്കാൻ പറ്റാത്തതായിരുന്നു. രണ്ടുപേരും നല്ലോണം പഠിച്ച് ജോലി വാങ്ങിച്ചിട്ട് കുടുംബക്കാരുടെ സമ്മതത്തോടു കൂടി തന്നെ കല്യാണം കഴിച്ചു.